ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ട് ഹൈറിച്ചോളുകളുടെ തലച്ചോറ് തിരിച്ചു കിട്ടിയോ എന്നുള്ള ചില സംശയങ്ങൾ ഇന്ന് രാവിലെ മുതലേ കാണുന്നുണ്ട്. അവരുടെ രണ്ട് മെസ്സേജുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മെസ്സേജുകൾ, അല്ലെങ്കിൽ നമ്മുടെ എങ്ങോട്ടോ ഉള്ള ഗ്രൂപ്പുകളിൽ അവരുടെ രണ്ട് മെസ്സേജുകളാണ് ഇന്നത്തെ പ്രഭാതം പൊട്ടി വിടരുമ്പോൾ തന്നെ കണ്ടത്. എന്നാൽ അതവിടെ നടക്കട്ടെ. അതിനെ ന്യായീകരിച്ചുകൊണ്ട് നമ്മുടെ ഖാൻ വന്നതൊക്കെ അതൊരു വലിയ സംഭവമാണ്. എന്നാൽ അജീഷ് ശശിധരൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു, ഇത്ര വലിയ പ്രൊജക്റ്റുകൾ, ഇത്രയും വലിയ മണി ചെയിൻ ഒക്കെ നടത്തുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടേ അംബാനി എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് നമ്മുടെ അടിമാലിയിലെ കാവൽക്കാരൻ്റെ ഒരു വിശദീകരണം അപ്പോൾ തന്നെ വന്നിരിക്കുന്നു. ബ്രോ, ഇതൊന്നും ഇപ്പോൾ പറയേണ്ട സമയമല്ലെന്ന് തോന്നുന്നു. ഇതൊന്നും ഇപ്പോൾ പറയേണ്ട സമയമല്ല. ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കള്ളന്മാർക്ക് കഞ്ഞി വെച്ച് കൊടുക്കേണ്ട സമയമാണ്. ചൂട്ട് പിടിക്കേണ്ട സമയമാണ്. കമ്പനിയുടെ ഭാഗത്ത് നിന്നും തെറ്റ് പറ്റിയിട്ടില്ല എന്ന് പറയുന്നില്ല. സമ്മതിച്ചല്ലോ, തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നതിന് പകരം തെറ്റ് പറ്റിയിട്ടില്ല എന്ന് പറയുന്നില്ല. ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് തെറ്റ് എന്ന് പറയുന്നത്. അതൊക്കെ തിരിച്ചു വരുമ്പോൾ പൂർണ്ണമായും ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അതെ, ഇനി മണി ചെയിൻ ചെയ്യാതെ വേറെ എന്തെങ്കിലും പണിയെടുത്തിട്ട് ജീവിക്കണമെന്നാണ് ഇവൻ 2000 മുതൽ തന്നെ തട്ടിപ്പും വെട്ടിപ്പും മാത്രം നടത്തി ജീവിക്കുന്നവരോട് പറഞ്ഞു ഉപദേശിക്കുന്നത്. എടോ, നീ എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കടാ, നാട്ടുകാരെ പറയിപ്പിക്കാണ്ട്. പിന്നെ ഫുൾ ടൈം കമ്പനിയെ കുറ്റം പറയുന്നവർ കൺസൈൻമെന്റ് /OTT ഷെയർ എടുക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പൂർണ്ണമായും കമ്പനിയെ പഠിക്കാതെ പ്ലാൻ ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കൺസൈൻമെന്റ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ്, അതും തട്ടിപ്പാണ്, തെറ്റാണ്. OTT ഷെയർ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. OTT ഷെയർ എന്ത് പറ്റിയെന്നറിയില്ല. OTT ഷെയർ എന്നൊക്കെ ഇവൻ എഴുതാൻ പ്രാപ്തി വന്നിരിക്കുന്നു അല്ലേ. അപ്പോൾ ഇവനൊക്കെ സമ്മതിക്കുന്നുണ്ട് OTT ഷെയർ ഉണ്ട് എന്ന്. OTT ഷെയർ നമ്മുടെ കമ്പനി വിട്ടിട്ടില്ല, ഷാഹിദേ നീ OTT ഷെയർ പറയല്ല ഷാഹിദേ എന്നൊക്കെ പറയുന്നിടത്ത് ഇതൊക്കെ പറയുമ്പോൾ ഒരാൾ പറയും, ഞാൻ ഭയങ്കര കളിയാക്കലാണ്, ഓനെല്ലാം അറിയുന്ന പോലെയാണ് സംസാരിക്കുക എന്നൊക്കെ പറയും. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണോ കളിയാക്കെടുക്കുക. അപ്പോൾ എന്തായാലും അടിമാലിയിലെ കാവൽക്കാരൻ്റെ നല്ല രീതിയിലുള്ള ന്യായീകരണമാണ്. ഇതിൽ തന്നെ എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ OTT ഷെയർ വിധിയിലടക്കം OTT ഷെയറിനെ പറ്റി വന്നിട്ടുണ്ടാവും. പിന്നെ ഇവ മാത്രം എന്തിനാണ് പറയാണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ കൺസൈൻമെൻറ്റ് എന്ന് പറയുന്ന റസീറ്റും സാധനങ്ങളില്ലാതെ കൺസൈൻമെൻറ്റ് അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. അതിന് 3 ഇരട്ടി ലാഭം കിട്ടുന്നു. കൺസൈൻമെൻറ്റിന് 3 ഇരട്ടി ലാഭം. കൺസൈൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അഡ്വാൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സാധനം വാങ്ങുന്ന തുകയിൽ നിന്ന് ചിലപ്പോൾ 5-10% കുറച്ചിട്ടാണ് കിട്ടുക. ഇത് നേരെ മറിച്ച് 30% അല്ല 300 ഇരട്ടി റിട്ടേൺ ആണ്. സാധനം വാങ്ങും വേണ്ട, അങ്ങോട്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ 3 ഇരട്ടി ഇങ്ങോട്ട്. അപ്പോൾ OTT ഷെയർ എന്ന് പറഞ്ഞ അഭിലാഷിനെ കിടക്കട്ടെ ഒരു കൈയടി.